തൊടുപുഴ വെള്ളിയാമറ്റത്ത് കുട്ടിക്കർഷകരുടെ 13 പശുക്കൾ കൂട്ടത്തോടെ ചത്തു. കൗമാര സഹോദരങ്ങളായ ജോർജിന്റെയും മാത്യുവിന്റെയും പശുക്കളാണ് ചത്തത്. മരച്ചീനിത്തൊണ്ട് കഴിച്ചതാണ് കാരണമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ഇന്നലെ രാത്രിയോടെയാണ് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. പിന്നാലെ കുഴഞ്ഞു വീണു മരിച്ചു. 17-കാരനായ ജോർജും സഹോദരൻ 15-കാരനായ മാത്യുവും ചേർന്നാണ് പശുക്കളെ പരിപാലിച്ചിരുന്നത്. എല്ലാം കാല് വയ്യെ തെന്നാൻ തുടങ്ങി. തൊഴുത്തിലായിരുന്നു. അപ്പോൾ തെന്നാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാത്തിൻ്റെയും കയറും കഴിച്ചു വിട്ട് കുറേ എണ്ണത്തിൽ പുറത്തേക്ക് ഓടിച്ചു വിട്ടു. അപ്പോഴത്തേക്ക് പുറത്തേക്ക് കുറച്ച് എണ്ണമൊക്കെ ഇങ്ങനെ വീണിട്ട് കിടന്ന് പടയ്ക്കാനൊക്കെ തുടങ്ങി. പിന്നെ തൊഴുത്തി കിടക്കുന്നതായാലും അങ്ങനെ കാല് തിന്നിട്ട് ഇങ്ങനെ പടച്ച് കുറേ എണ്ണം പടച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മരിച്ചുപോയി. 2022 മികച്ച ക്ഷീരകർഷകനുള്ള പുരസ്കാരം മാത്യുവിന് ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി 24നോട് പറഞ്ഞു. ചീനിയുടെ തൊലി ഉണങ്ങിയത് കഴിച്ചതാണ് ഈ കുഞ്ഞിന് ഈ പശുക്കൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടായതെന്നുള്ളതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരന്തരം അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ മാത്യുവിനെ നേരിട്ട് വിളിച്ചിരുന്നു. അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ പയ്യൻ പറഞ്ഞിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഞങ്ങൾ ഇനി അടിയന്തരമായിട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ചത്ത പശുക്കളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. മരച്ചീനിത്തൊണ്ട ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തും കുട്ടിക്കർഷകർക്ക് സഹായം നൽകുമെന്ന് അറിയിച്ചു. പുതുതലമുറ കൃഷിയോട് മുഖം തിരിക്കുന്നുവെന്ന പരാതിയുയരുന്ന കാലഘട്ടത്തിലാണ് ജോർജും മാത്യുവും വ്യത്യസ്തരാകുന്നത്. മരിച്ചത് അവർക്ക് കേവലം പശുക്കൾ മാത്രമല്ല, അവരുടെ ജീവൻ തന്നെയാണ്. അതുകൊണ്ട് പ്രഖ്യാപിച്ച സഹായങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് നൽകണം. ഇടുക്കിയിൽ നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ്, 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.